പറഞ്ഞപ്പോഴത്തേനും അടിച്ചങ്ങ് വീർപ്പിക്കുക. എന്തുവാന്നാ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോഴേ വെളിച്ചെണ്ണ കൂട്ടുമ്പോഴേ അങ്ങ് വണ്ണിക്കുക. എന്തുവാന്നറിയത്തില്ല, വെളിച്ചെണ്ണ കൂട്ടിയില്ല, വാങ്ങിച്ചതേ ഉള്ളൂ കവറിനകത്ത്. അപ്പോഴത്തേനും അങ്ങ് വീർപ്പിക്കുക. ഉള്ള ബ്ലോട്ടിങ് ഗ്യാസ് എല്ലാം കൂടെ അടിച്ച്. എന്തുവാന്നാ വെളിച്ചെണ്ണയ്ക്ക് ഇത്രേ ഉള്ളത് കൊഴുപ്പ്. ആ ഞാൻ കൂട്ടത്തില്ലല്ലേലും. എനിക്ക് വെളിച്ചെണ്ണയൊന്നും വേണ്ട, എനിക്ക് സാധാരണ എണ്ണ മതി. വെളിച്ചെണ്ണ കൂട്ടാഞ്ഞിട്ട് ഒരു കുഴപ്പവും വന്നില്ല. ഇവിടെ ചേന മാത്രമേ തിന്നുന്നുള്ളൂ. ഇപ്പോൾ ഇതുവരെ ഇത്രയും നേരമായി ചേന തിന്നോളൂ. 12:09 ഇവിടെ ഇതുവരെ ഒന്നും തിന്നില്ല. ഇത്രയും അടിച്ച് വീർപ്പിച്ച് ഇത്ര വലിയ എന്തോ വണ്ണം വെപ്പിക്കാൻ എന്തുവാ ആശുപത്രി കൊണ്ടിട്ട് കാശ് ആർക്കാണ്ട് വേണോ? ആർക്കാണ്ട് കാശ് ഏതാണ്ടൊക്കെ ഒപ്പിക്കണമെന്ന് ഏതാണ്ട് കാശുകൾ പല രീതി കാശ് ഒപ്പിക്കണമെന്ന്. ആരാണ്ട് ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കോമ്പൻസേഷൻ വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിക്കണം. ആണുങ്ങൾ വന്നേച്ച് പോകുമ്പോൾ കോമ്പൻസേഷൻ 1967 ബാലിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ച പോലെ ഞാനിങ്ങനെ ആണുങ്ങളുടെ കൂടെ നടന്ന് കോമ്പൻസേഷൻ വാന്നായിരിക്കും കഥ. എന്തുവാന്ന് ഒരു മന്ദിരത്തിലെ സ്വാമി ഇവിടെ വന്നു എന്തുവാ കമ്പിവടിയും കൊണ്ട് വന്നെന്നാ കഥകൾ. എന്തെല്ലാം കഥകളാണെന്ന് അറിയത്തില്ല. സ്വാമിയോട് ചോദിക്കണം എന്താ കഥയാന്ന്. മാമനോട് ഞാൻ ചോദിക്കാം എന്തോ കഥയാണ് ഇതെന്ന്. മാമ ഇവരെന്തോ കഥയാണ് പറയുന്നത്, നമുക്കൊന്നും അറിയണ്ടായോ? മന്ദിരത്തിലെ സ്വാമി കമ്പിയും വടിയും കൊണ്ട് ഇവിടെ വരാൻ ഇത്ര വലിയ ധൈര്യമുള്ളവനാണോ സ്വാമിയെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. സ്വാമിക്ക് ഇത്ര വലിയ ധൈര്യം എന്തുമല്ല അവന്മാരവിടെ ചെയ്യുന്നത്? അവിടെ കൊണ്ടുവന്നിട്ട് അഴിച്ചു പറിക്കുന്നത് എന്തുവാ? അവന്മാർ വണ്ടി എടുത്തോണ്ട് പോയില്ലേ ഇതുവരെ? നിങ്ങളെന്തോ ഇവിടെ കിടക്കുന്നത്? ഇതുവരെ പോയില്ലയോ നിങ്ങൾ? അത് ഞാൻ ചോദിക്കുക ഇതെന്താ ഇവിടെ കിടക്കുന്നേന്ന് ചോദിക്കുമായിരുന്നു. അല്ല എന്നാലും നമുക്ക് അറിയണ്ടോ ഇങ്ങനെ വന്ന് കിടക്കുന്ന എപ്പോഴാ ചില കള്ളന്മാരെയൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയാനൊക്കത്തില്ലല്ലോ. നമുക്ക് നിങ്ങളെ അറിയുന്നവരല്ലല്ലോ, നമ്മൾ നോക്കണ്ടായോ? പരിസരത്ത് വന്ന് ആരാ കിടക്കുന്നതെന്നൊക്കെ അറിയണ്ടായോ? ഞങ്ങക്ക് ഇവിടെ ഒന്നും ഇല്ല, പോയാ മതി. അല്ല കുറെ നേരമായി നിങ്ങൾ ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ.